കെ.എം. മാണിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പി.സി. ജോർജ് ഒരു ഗതിയും പരഗതിയുമില്ലാതെ നടക്കുകയാണ്. നീരാളിയാണെങ്കിലും മാണിക്കൊപ്പമായിരുന്നപ്പോൾ ഒരു സുഖമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. മുൻ ചീഫ് വിപ്പും വെറും എം.എൽ.എയുമല്ലേ. അപ്പോഴും പറച്ചിലിനൊന്നും ഒരു കുറവുമില്ല. കേരള കോൺഗ്രസ് സെക്യുലർ ജില്ലകൾ തോറും പുനഃസംഘടിപ്പിച്ചുകൊണ്ടിരിക്കവേ പാലക്കാടാണ് പ്രസംഗിക്കാനൊരു വേദി കിട്ടിയത്. മാണിക്കൊപ്പം പോയതിൽ ദുഃഖിക്കുക എന്നതാണല്ലോ പ്രഥമ കർത്തവ്യം. 2003 മുതൽ 2009 നവംബർ മാസം വരെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ കമ്മിറ്റി ഉണ്ടായി. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടന്ന കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി എൻ്റെ തന്നെ നിർബന്ധം കൊണ്ട് മാണി ഗ്രൂപ്പിൽ ലയിക്കാൻ നിർബന്ധിതമായി. ഞാൻ തന്നെയാണ് അതിന് ഉത്തരവാദി. കേരള കോൺഗ്രസ് ഒന്നായി പോകണമെന്ന ആ ഒരു ചിന്തയാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിച്ചത്. പക്ഷേ ഒരു കടുവയുടെ വായിലാണ് തല കൊടുക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചില്ല എന്ന ഒരു ചെറിയ അബദ്ധം എനിക്കുണ്ടായി എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും അതുപോലെ നമ്മുടെ മനസാക്ഷിയുടെ ശരി കൊണ്ടും ജനങ്ങളുടെ അകമഴിഞ്ഞ നമ്മളെ സ്നേഹിക്കുന്ന പ്രാർത്ഥന കൊണ്ടും മാണി എന്ന ആ വ്യാകൃതത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവസരം കിട്ടി എന്നതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് മാത്രം ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ മാണിയിൽ നിന്ന് മുക്തനായതിനു ശേഷമുള്ള അനുഭവം എന്താണ്? കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, കർഷകരെ സംബന്ധിച്ചിടത്തോളം, ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം, മനസാക്ഷിയുള്ള പൗരനെ സംബന്ധിച്ചിടത്തോളം മാണി എന്ന് പറയുന്ന മനസാക്ഷിയില്ലാത്ത ആ വ്യക്തിയിൽ നിന്നും നീതി കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കും. പി.സി. ജോർജ് നീതി പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ചില റിസോർട്ട്, ക്വാറി, ഭൂമാഫിയക്കാർക്ക് നീതി ലഭ്യമാക്കാൻ അടൂർ പ്രകാശ് വഴി ചില നീക്കങ്ങൾ നടത്തിയിരുന്നല്ലോ. 2005 വരെയുള്ള കയ്യേറ്റങ്ങൾ സാധൂകരിക്കാനുള്ള ഉത്തരവിന്റെ കാര്യം തന്നെ. യഥാർത്ഥത്തിൽ ആ ഉത്തരവിന് പിന്നിൽ കെ.എം. മാണി തന്നെയാണോ? ഇടുക്കിയിൽ ഭൂമിയുള്ള ആരുടെയോ താല്പര്യമായിരിക്കുമല്ലോ. ഉമ്മൻചാണ്ടിക്ക് അവിടെ ഒരു സെന്റ് ഭൂമി പോലും കയ്യേറിയില്ല. റവന്യൂ മന്ത്രിയായ അടൂർ പ്രകാശിനും ഇടുക്കിയോ അതുപോലെ മലയോര മേഖലയിലോ വസ്തു സമ്പാദിച്ചു വെച്ചിട്ടില്ല. പത്തനംതിട്ട കുറച്ചുണ്ട് അടൂർ പ്രകാശ്. അദ്ദേഹത്തിന് കാരണവന്മാർ കൊടുത്തതാണ്, അഴിമതി കൊണ്ട് ഉണ്ടാക്കിയതല്ല എന്നെനിക്കറിയാം. അപ്പൊ പിന്നെ ആരാണ് ഈ നിയമം കൊണ്ടുവന്നത്? അവിടാണ് ചർച്ച ചെയ്യേണ്ടത്. ഒരു തർക്കമില്ല. അടൂർ പ്രകാശിന്റെ വായിൽ നിന്ന് വീണു. കോൺഗ്രസ് നേതാക്കന്മാര് ഇൻഡയറക്റ്റായി പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് ബന്ധമില്ല, അടൂർ പ്രകാശിന് ബന്ധമില്ല. കേരളത്തിലെ ജനങ്ങൾക്കും തർക്കമില്ല. കേരള കോൺഗ്രസിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ കർഷകന്റെ പേരിൽ മുതലക്കണ്ണിൽ ഒഴുകിക്കൊണ്ട് ശ്രീ മാണിയുടെ നേതൃത്വത്തിൽ നിയമവകുപ്പിൽ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർക്കും വേണ്ടാത്ത കേരളത്തിലെ കാർഷിക മേഖലയെ പോലും അപമാനിക്കുന്ന വനഭൂമി തകർക്കുന്ന ഉത്തരവുണ്ടായി. അപ്പോൾ ഇടുക്കിയിൽ മാണിക്ക് കയ്യേറ്റ ഭൂമിയോ റിസോർട്ടുകളോ ഉണ്ടോ? മൂന്നാറിൽ 5ഓളം റിസോർട്ടാണ് മാണി ബന്ധത്തിലുള്ള 5ഓളം റിസോർട്ട് പോലെ. മൂന്നാർ മാത്രമല്ല, കുമളി അതേ റിസോർട്ടുകൾ, അതേ കമ്പനി റിസോർട്ടുകൾ, ബന്ധുക്ക റിസോർട്ടുകൾ, വാഗമൺ പൂഞ്ഞാറോട് ചേർന്ന അവിടെയും റിസോർട്ടുകൾ, അവിടെയും ഭൂമി. ഇതൊക്കെ കഴിഞ്ഞ 10-15 കൊല്ലക്കാലത്തിന് അകം കയ്യേറി സമ്പാദിച്ച മാണിയുടെയും ബന്ധുക്കളുടെയും സ്വത്തുക്കളാണ്. എനിക്ക് പിഴയ്ക്കുമെന്ന് നിന്നോട് പറഞ്ഞു? അല്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ, ഊരിലെ പഞ്ഞം. ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത്, ഇടതോ വലതോ? ആശാൻ ഇഷ്ടമുള്ളത് പൊട്ടിച്ച. ആ 165 24% പലിശയും ഉൾപ്പെടെ കൊടുക്കണം എന്നൊരു നിയമമുണ്ടാക്കിയ മാണിയെ വെടിവെച്ചുകൊണ്ടാണ്, ഒരു വ്യക്തിയെ വെടിവെച്ചുകൊണ്ടാണ് ദൈവം അനുവദിച്ചിരുന്നത്. ഞാൻ മാണിയെ വെടിവെച്ചു കൊല്ലുമായി തിരിച്ചു കൊണ്ടാമായി. ആശാന് പഴിച്ചു. ഓ അയ്യോ, ഈ നാശം പിടിച്ച ഒരു കാറ്റ്. കാറ്റത്താരും വെടിവെക്കത്തില്ലേ? ദൈവം എനിക്ക് പറയുക, ഒരുത്തരെ വെടിവെച്ചു കൊണ്ടാണ് അനുവദിച്ചിരിക്കുന്ന പറഞ്ഞാൽ ആ നിമിഷം മാണിയെ വെടിവെക്കാൻ. അവരൊരാടിനെയും കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. എന്താ കാര്യം? ആശാൻ വെടിവെച്ചപ്പോ ഒരു ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു. ആ, അത് തന്നെ കാര്യം. ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത്. വെടിവയ്ക്കാനൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കാം എന്നല്ലാതെ മാണിക്ക് മുന്നിൽ പോയി തോക്കെടുത്ത് നിൽക്കാനുള്ള ത്രാണി പോലും ഇല്ലാതെയാണ് പി.സി. ജോർജ് കളിക്കുന്നത്. ഒരു ഗതിയും പരഗതിയുമില്ലാത്ത മുൻ ചീഫ് വിപ്പ്. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് മാണിക്കണക്ക്. സാർ, എനിക്കെന്തോ കുറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ. എന്താ? PSCക്ക് ഒരിക്കലും ആവശ്യമായിട്ടുള്ള ഫണ്ട് ഒരിക്കലും ഗവൺമെന്റ് നിഷേധിക്കുന്നതല്ല. സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി. അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ.